ഈ ഒരാഴ്ച കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഒരു സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. വേറെ ടെൻഷനുകളൊന്നും ഇല്ലാതെ അയ്യോ അതെന്താകും, ഇത് നന്നാവുമായിരിക്കുമോ എന്ന് പറഞ്ഞ ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ സമാധാനം. എസ്പെഷ്യലി ഇന്ന് സംഭവിച്ചൊരു വലിയ ഹാപ്പിനെസ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തൊട്ട് മുന്നേ സംഭവിച്ചുള്ളൂ. 11 to 1 മണി വരെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 മണിക്ക് ഷൂട്ടിന് പോകാനിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നമുക്ക് അത്രയും സമയം തരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര കാര്യമല്ലേ. പുള്ളിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാടാന്നുള്ള രീതിയിൽ. പക്ഷെ അന്ന് ഈ ഏഷ്യാനെറ്റിൽ മിഥുനം, അദ്വൈതം, ചിന്താവിഷ്ടിയ ശ്യാമള ഈ 3 സിനിമകൾ ഞാൻ റിപ്പീറ്റഡായിട്ട് കാണുമായിരുന്നു. ഫസ്റ്റ് ടൈം നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മറ്റേ ഇൻഡസ്ട്രിയൽ മൊമെൻ്റ് ആയിരുന്നു. കുമാർ സാർ ബ്രോട്ട് മീ ഹിയർ. സിനിമാറ്റോഗ്രാഫറായിട്ട് അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നു എന്ന് തോന്നിയിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് പറഞ്ഞ പോലെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഹസ്സിലായിരുന്നല്ലോ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. കിഷ്കിന്ധ കണ്ഠം തിയേറ്ററിൽ വലിയ രീതിയിലാണ് ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റർ, സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള ബാഹുലാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ വെൽക്കം. താങ്ക് യു. ഈ ഒരാഴ്ച ആയി റിലീസായിട്ട് ഈ ഒരാഴ്ച കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? നല്ല മനസ്സ് നിറവ് വന്നിട്ടുണ്ട്, സമാധാനം വന്നിട്ടുണ്ട്, റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് പറഞ്ഞ പോലെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഹസ്സിലായിരുന്നല്ലോ. അപ്പോൾ അത് ഒന്ന് എങ്ങനെയോ ഇപ്പോൾ കുറച്ച് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഹാപ്പിയാണ്. ഉറക്കമൊക്കെ പിന്നെ അല്ല, ഉറക്കമില്ലാത്ത അത്രയും സ്ട്രഗിൾ ആയിരുന്നു അല്ല അവരുടെ. എന്നാലും നമുക്ക് ഒരു സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. വേറെ ടെൻഷനുകളൊന്നും ഇല്ലാതെ അയ്യോ അതെന്താകും, ഇത് നന്നാവുമായിരിക്കുമോ എന്ന് പറഞ്ഞ ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ സമാധാനം. രാത്രി വീട്ടിലൊക്കെ വിളിച്ചിട്ട് ആ വിശേഷമൊക്കെ പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല അപ്രിസിയേഷൻ, നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ന് സംഭവിച്ചൊരു വലിയ ഹാപ്പിനെസ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തൊട്ട് മുന്നേ സംഭവിച്ചുള്ളൂ. എസ് കുമാർ സാർ, സിനിമാറ്റോഗ്രാഫർ, പുള്ളി വിളിച്ചു സിനിമ കണ്ടിട്ട്. ഇപ്പോൾ വിളിച്ചതാണ്, നല്ല അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണത്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, അത് UP ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സിനിമയിൽ എന്നുള്ളത് ഒന്നും പ്രൊഫഷനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് ഈ ഏഷ്യാനെറ്റിൽ മിഥുനം, അദ്വൈതം, ചിന്താവിഷ്ടിയ ശ്യാമള ഈ 3 സിനിമകൾ ഞാൻ റിപ്പീറ്റഡായിട്ട് കാണുമായിരുന്നു. എനിക്ക് അതിൻ്റെ വിഷ്വൽസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്ന് നമ്മൾ സിനിമാറ്റോഗ്രഫി എന്നുള്ള രീതിയിലൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇത് എന്തോ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ടെക്സ്ചറും പരിപാടികളൊക്കെ. അപ്പോൾ അതെപ്പോൾ വന്നാലും ആവർത്തിച്ച് റിപ്പീറ്റഡായിട്ട് ഈ 3 പടം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടിട്ടാണ് സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഫീൽഡിലോട്ടൊരു താല്പര്യം വരുന്നത്. പക്ഷേ സിനിമാറ്റോഗ്രഫി അല്ല, സിനിമ എന്നുള്ള മേഖലയിലേക്ക് ഒരു താല്പര്യം വരുന്ന അത് കണ്ടായിരിക്കും. യെസ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ അപ്പം തോന്നിയൊരു പാഷൻ്റെ ഒരു ഒരു ഇൻസ്പിറേഷനിലായിരിക്കും പിന്നീട് ഇങ്ങനെ സിനിമ സീരിയസ് ആയിട്ട് എടുക്കാൻ തോന്നിയതൊക്കെ. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കുമാർ സാറ് തന്നെ ഫസ്റ്റ് ടൈം നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മറ്റേ ഇൻഡസ്ട്രിയൽ മൊമെൻ്റ് ആയിരുന്നു. അതായത് ഞാൻ കുമാർ സാറിൻ്റെ അടുത്ത് പറയുന്നത്, സാറ് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമയിൽ എത്തിയെന്ന് പറയാം. നേരിട്ടല്ലെങ്കിലും ഇൻഡസ്ട്രിയൽ അങ്ങനെ ഉണ്ടല്ലോ, ദേ ബ്രോട്ട് അസ് ഹിയർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതുപോലെ ഐ തിങ്ക് കുമാർ സാർ ബ്രോട്ട് മീ ഹിയർ. പൊതുവെ സിനിമാറ്റോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവെ ഉള്ളത് പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും മാത്രമാണ്. പൊതുവെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അങ്ങനെ സിനിമാറ്റോഗ്രാഫേഴ്സിന് വലിയ റോളും ഭയങ്കരമായിട്ട് കുറവാണ്. പൊതുവേ ഈ പറഞ്ഞ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡയറീസ് ആണല്ലോ അവർക്ക് ഉണ്ടാവുക. അത് മാത്രമല്ല, ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് പോവുക, അങ്ങനത്തെ ഒരു ട്രാവലാണ്. അതിൻ്റെതായിട്ടുള്ള ടെൻഷനുകളുണ്ട്. പക്ഷെ പൊതുവെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇടുന്ന എക്സ്ട്രാ പ്രഷറുകൾ ഉണ്ടല്ലോ, സിനിമനെ മൊത്തത്തിൽ ബാക്ക് ചെയ്യുന്ന. അത് എൻജോയ് ചെയ്യുന്നുണ്ടോ ശരിക്കും? എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ എഴുതിയ പീരീഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിങ്ങിനേക്കാളും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഒരു 4-5 months ആയിരുന്നു. എഡിറ്റ്, ഫൈനൽ കട്ടാക്കുക, പല പല കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ മ്യൂസിക് സ്കോർ പരിപാടികൾ, അങ്ങനെ A to Z കാര്യങ്ങളിൽ പ്രസൻ്റ് ആയിരിക്കും അവിടെ. ലിറ്ററലി ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല. നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസാണ്, എഡിറ്ററും അതാത് മേഖലയിൽ അവരാണല്ലോ കിങ്. അപ്പോൾ പക്ഷേ അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. അവരോരോന്ന് ചെയ്യുന്നതിൻ്റെ പോസിബിലിറ്റീസ് അറിയാൻ പറ്റും.
അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാൻ പറ്റും, ചിലപ്പോൾ അതല്ലാന്ന് അവർ നമ്മളെ ഇങ്ങോട്ട് തിരുത്തും. അപ്പോൾ അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു വർക്കിലേക്ക് ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗുണം ചെയ്യും. ഇത് തന്നെ ഭയങ്കരമായിട്ട് രസമായിരുന്നു. പക്ഷെ അതൊരു മറ്റേ ഇപ്പൊ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ എന്തിനാ ഈ അൺനെസസറി പ്രഷർ എടുക്കുന്നതെന്നുള്ള സാധനം. കാരണം സിനിമാറ്റോഗ്രാഫർ ആയിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ വരുമ്പോഴത്തേക്കും അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തുനിന്ന് ഉണ്ടാവും പൊതുവേ. സിനിമാറ്റോഗ്രാഫറായിട്ട് അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നിയിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ ചെറിയ കുറച്ച് പടങ്ങൾ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അങ്ങനെ ഒരു വലിയ ഒരു എന്താണ് ഒരു പരിപാടികളൊന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഇതിലങ്ങനെ ഓക്കെ, വേറെ വർക്കുകൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ നമുക്ക് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഓർത്തുകൊണ്ടുള്ള ഒരു കൺസേൺ ഇടയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ മാസങ്ങളോളം ഇതിൽ തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന വർക്കുകൾ ചിലപ്പോൾ ഈ മിസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, സെയിം ടൈം റവന്യൂവും കൂടി ആണല്ലോ. അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയ്യോ അത് പോയോ, ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് കാലത്തേക്ക് എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ചെറിയൊരു കൺസേൺ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. പിന്നെ ആലോചിക്കും കുഴപ്പമില്ല, ഇതെന്തായാലും നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ, അപ്പോൾ തൽക്കാലം അത് ആ ഒരു നഷ്ടം ചിലപ്പോൾ ഇവൻച്വലി ഗുഡ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കും എന്ന് കരുതിയിട്ട് ആശ്വസിക്കും. ഈ ആസിഫലി എന്ന പേഴ്സണെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആസിക്കാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ ഞാൻ ചെയ്തൊരു ഗ്രേസ് ഇല്ല എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റർ ലോഞ്ച് ഫംഗ്ഷന് കവി ഉദ്ദേശിച്ചതിൻ്റെ സെറ്റിൽ പോയപ്പോഴായിരുന്നു. അപ്പോൾ ആസിക്കന്ന് ഷോർട്ട് ഫിലിമൊക്കെ കണ്ടിട്ട് പുള്ളിയാണ് മറ്റേ പോസ്റ്റർ തുറന്ന് കാണിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്ന അന്നത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നല്ലോ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അന്നാണ് ആസിക്കാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം ആസിഫയുടെ ഏറ്റവും ഈ ഓണത്തിന് ഹിറ്റായി നിൽക്കുന്ന ഈ സിനിമയുടെ റൈറ്റർ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് നിൽക്കുമ്പോൾ അത് ആ ഫ്രണ്ട്ഷിപ്പും ഒരുപാട് ഗ്രോ ആയിട്ടുണ്ടാവുമല്ലോ. ഈ അത് ശരിക്കും എങ്ങനെയാ ആസിഫലി ആസ് എ ഫ്രണ്ട് കാണുന്നത്? കാരണം ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളുകൂടെയാണല്ലോ. അതെ, അല്ല അത് തന്നെ ആസിക്ക തരുന്ന, ആസിക്കയുടെ അടുത്തൊരു കംഫർട്ട് ഉണ്ട്. ആസിക്ക ഒരിക്കലും ഇൻറ്റിമിഡേറ്റിംഗ് അല്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര സിനിമ ഫോർമാലിറ്റി ഡിസ്റ്റൻസ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല. അത് പുള്ളിയുടെ ഗ്രേറ്റ്നെസ് ആട്ടോ. പുള്ളി നമുക്ക് തരുന്ന സ്പേസ് എടാ വാടാ കൂടെ നിൽക്കടാ എന്ന് പറയുന്ന രീതിയിൽ എടാ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും ഫോർമലില്ലാതെ നമ്മളുടെ അടുത്ത് ഭയങ്കര കാഷ്വലായിട്ട് പെരുമാറുമ്പോഴേ ഇപ്പം ഞാൻ പറയായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെ വലിയ സിനിമയിൽ 2-3 പടങ്ങൾ ചെയ്തെങ്കിലും അങ്ങനെ ഒത്തിരി സിനിമയിലെ ബന്ധങ്ങളും കോൺടാക്റ്റുകളും സിനിമാ ലോകമായിട്ടൊന്നും അങ്ങനെ വലിയ എക്സ്പോഷറൊന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പോഴും ആ പണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് നടന്നിരുന്ന ഒരു കാലത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും നമ്മൾ പരിചയമില്ലാത്ത, നമ്മൾ പണ്ട് ഫാസിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ എപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് പോയി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കുറച്ച് മുന്നേ കുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ അത്തരം അകൽച്ചകളൊന്നും ഒന്നും കാണിക്കേണ്ടതില്ലാത്ത ഒരു സാഹചര്യം ആസിക്ക് തന്നെ ഒരുക്കും. ഇപ്പോൾ കഥ പറയാൻ പോകുമ്പോഴൊക്കെ അത് ഭയങ്കര ഗുണമാണ്. കാരണം പുള്ളി പിന്നെ ഒരിക്കലും ഇത്ര പോലെ സമയമുള്ളൂ, അതിന് മുന്നേ എങ്ങനെയെങ്കിലും പുള്ളിയെ പറഞ്ഞൊന്ന് ഇമ്പ്രസ് ചെയ്യണം, പുള്ളിയുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കൺസേണുകളൊന്നും നമ്മൾ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തുടക്കത്തിൽ തന്നെ ആസിക്ക് തന്നെ പറയണ്ട എടാ വാടാ റൂമിലേക്ക്. അന്ന് പുള്ളി ഷൂട്ട് നടക്കുന്ന സമയം കൂടെ ആയിരുന്നു. കഥ പറയാൻ പോകുന്നത് കൊത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അതിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കഥ പറയാൻ പോകുന്നത്. അപ്പോൾ പുള്ളി നമുക്ക് എടാ റൂമിൽ ഫ്രീ ആയിട്ട് ഇരിക്കാടാ, സുഖമായിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ലേറ്റ് നൈറ്റ് ഷൂട്ടും കഴിഞ്ഞ് അന്നെന്തോ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നടക്കുന്ന സമയമായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് രാത്രി 11 മണിക്ക് പുള്ളിയുടെ റൂമിൽ ഇരുന്നിട്ടാണ് കഥ പറയാൻ തുടങ്ങണേ. കിഷ്കിന്ന കണ്ട. അപ്പോൾ ഞാൻ ആസിക്ക പറഞ്ഞാൽ എനിക്ക് 1 ലൈനായിട്ട് പറയുന്നില്ല, ഫുൾ ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ആയിട്ട് നരേറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. നരേറ്റ് ചെയ്യടാ, ഓക്കെ. അപ്പോൾ ഓർത്തൊക്കെ 11 മണി to 1 മണി വരെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 6-7 മണിക്ക് ഷൂട്ടിന് പോകാനിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നമുക്ക് അത്രയും സമയം തരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര കാര്യമല്ലേ. അത് എടാ നാളെ ഒന്നും പുള്ളി ഇത് പറയുന്നില്ല, എടാ നാളെ എനിക്ക് 7 മണിക്ക് ഷൂട്ടിനുണ്ട്, നീ ഒന്ന് സ്പീഡാക്കി പറയാമോ, അങ്ങനെ ഒന്നും പറയുന്നില്ല, നീ പറയടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്ന് തരികയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ഹൈസ്കൂളായി. അപ്പോൾ പിന്നെ പക്ഷെ പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത്ര വലിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമയാണ്, മീൻസ് വലിപ്പം കൊണ്ട്, മീൻസ് അതിൻ്റെ ഇപ്പം കോംപ്ലക്സിറ്റി കൊണ്ട് ഭയങ്കര വലിയൊരു സിനിമയാണ് പറയാൻ പോണെന്നുള്ളത് പുള്ളിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാടാന്നുള്ള രീതിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് അപ്പം തന്നെ ആസിക്കയുടെ വൈഫിനെയും വിളിച്ചിട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇപ്പം തന്നെ വിളിച്ചു പറയട്ടെ എന്നുള്ള രീതിയിൽ വിളിച്ചു. പിന്നെ നമ്മുടെ അപ്പോൾ കോൾ എടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന അലക്സേട്ടനെയും അപ്പം തന്നെ വിളിച്ചു. അലക്സേട്ടനെ എടുത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ലേറ്റ് നൈറ്റ് 2 മണിക്കാണല്ലോ വിളിക്കുക. 1 മണിക്ക് കഥ പറഞ്ഞു തീരുന്നു, 2 മണി വരെ നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിക്കുന്നു. അതിനുശേഷമാണ് ഇവരൊക്കെ വിളിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ വിളിച്ച് കിട്ടി
വിളിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ വിളിക്കാൻ ശ്രമിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ അത് കഴിഞ്ഞിട്ട് ശരിക്കും ആരുടെ അടുത്ത കഥ പറയാൻ പോണേ? ആസിക്ക കഴിഞ്ഞിട്ട് ആസിക്ക കഴിഞ്ഞിട്ട് കുട്ടേട്ടൻ അല്ലെങ്കിൽ അപർണയാണെന്ന് തോന്നുന്നു. ആ അപർണ എടുത്തായിരുന്നു. യെസ്. കുട്ടേട്ടൻ ശരിക്കും തന്നെ സിനിമയിലേക്ക് കുട്ടേട്ടൻ നമുക്ക് എഴുതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാസ്റ്റിംഗ് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള ഗ്യാരണ്ടീഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കുട്ടേട്ടൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞിട്ട് കേട്ടോ, എഴുതുമ്പോൾ ഇല്ല, നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ കൊടുത്തപ്പോൾ അച്ഛനാണ് ആദ്യം വായിക്കാൻ കൊടുത്തത്. അപ്പോൾ അച്ഛൻ പറയുകയും ചെയ്യുന്നു, ഇത് വിജയരാഘവൻ ചേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും എന്നുള്ളത് അച്ഛന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അമ്മിണിപ്പിള്ളയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് അടുപ്പുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ, അതുകൊണ്ടല്ല പുള്ളിയുടെ ടാലന്റ്, ഈ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ്, പുള്ളിയുടെ ആക്ടിങ് സ്കില്ലും നമുക്ക് ഭയങ്കര, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കര പരിമിതി ഉണ്ട്. നമുക്ക് പുതിയൊരാളെയോ അല്ലെങ്കിൽ വേറൊരാളെയോ വെച്ചിട്ട് ഒരിക്കലും ഗാമ്പിൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നത്, ആശയപ്പെടാവുന്ന കാര്യത്തിനൊക്കെ ഒത്തിരി പരിമിതി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാത് മേഖലയിൽ കിങ് ആയിട്ടുള്ള. പക്ഷേ പറഞ്ഞ 3 പേരുണ്ടല്ലോ പൊതുവെ. ഇപ്പൊ അശോകൻ ചേട്ടനുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, വിജയരാഘവട്ടേട്ടനുണ്ട്. അപ്പൊ ഇവര് 3 പേരെന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മളെ കാലഘട്ടത്തിനായിട്ട് കണ്ടുവരുന്ന 3 റെക്കഗ്നൈസ് ആയിട്ടുള്ള ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നവരാ. ഇപ്പൊ ഇവരായിട്ട് ഉള്ളൊരു പൊതുവെ ഷെയറിങ് എങ്ങനെയായിരിക്കും നിങ്ങൾ തമ്മിൽ വരിക? ഞങ്ങൾക്കുള്ളിലോ അതോ ആർട്ടിസ്റ്റുകളായിട്ട്? അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കും പൊതുവെ ഒരു ആർട്ടിസ്റ്റ് റൈറ്റർ റിലേഷൻഷിപ്പ്? ഷൂട്ടിംഗ് സമയത്ത് ശരിക്കും ഞാൻ അവിടെ ഈ ക്യാമറ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ റൈറ്റർ ഡ്യൂട്ടിയിൽ അവരുമായിട്ട് നേരിട്ട് അങ്ങനെ ഒത്തിരി ഇന്ററാക്ട് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടണ ഗ്യാപ്പിലൊക്കെ പോയിട്ട് സംസാരിച്ചത് ഈ സിനിമയുടെ കാര്യമൊന്നും അല്ലായിരുന്നു ഞാൻ സംസാരിക്കാറ്. ഞാൻ ഈ പറഞ്ഞാൽ ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോഴും സിനിമയുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എനിക്ക് ഇപ്പോഴും. അപ്പോൾ എനിക്ക് അശോകേട്ടൻ, ഞാൻ അശോകേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അശോകേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പത്മരാജൻ സാറിൻ്റെ ഒരു സൊവനീർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. പുള്ളിയെ കാണുമ്പോഴൊക്കെ എനിക്ക് പത്മരാജൻ സാറിന് ഓർമ്മ വരും. പത്മരാജൻ സാറാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണല്ലോ. അപ്പോൾ ആ ഒരു കണക്ഷൻ, ഒരു ബ്രിഡ്ജാണ് അശോകേട്ടൻ. അപ്പോൾ അശോകേട്ടൻ്റെ അടുത്ത് ഫ്രീ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പോലും ഞാൻ പോയിട്ട് സംസാരിക്കുക, പത്മരാജൻ സാറിനെ കുറിച്ചുള്ള എന്തെങ്കിലും കഥകൾ, മറ്റേ സ്കൂപ്പുകൾ കിട്ടുമെന്ന രീതിയിൽ പോയിട്ട് പഴയ വിശേഷങ്ങൾ, ഈ സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു, അരപ്പട്ട കിട്ടിയ രാമത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു, പെരുവഴിയമ്പലം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ജഗദീഷ് ചേട്ടൻ എങ്ങനെ? കാരണം ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ ഈ ഭയങ്കര ആളുകൾക്ക് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് തോന്നുന്ന ഒരാളും കൂടെയാണല്ലോ ജഗദീഷ് ചേട്ടൻ. എപ്പോഴും ഈ പുള്ളി പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് നല്ലതായിരിക്കും, ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ട് സിനിമ ചെയ്യുള്ളൂ എന്ന് ഒരാൾ പറയുന്ന പോലെ ജഗദീഷ് ചേട്ടൻ്റെ സിനിമയാണ്. പുള്ളിയുടെ അടുത്ത് എങ്ങനെ കൺവിൻസ് ചെയ്തപ്പോൾ? പുള്ളിയുടെ അടുത്ത് നമ്മുടെ കഥയിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ജഗദീഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇനി ഫുള്ള് ചേട്ടൻ്റെ കയ്യിലാണ്, ചേട്ടൻ ഇതിനെ എങ്ങനെ ചേട്ടൻ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തരിക, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ചേട്ടൻ ചൂണ്ടിക്കാണിക്കുക, ചേട്ടന് ഇംപ്രൊവൈസേഷൻസ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചേട്ടൻ പറയുക, നമുക്കത് ചേട്ടൻ്റെ 100% കോൺട്രിബ്യൂഷനും കൂടി എടുത്തിട്ട് വേണം നമുക്കിത്, നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് വെച്ച രീതിയിലായിട്ട് ഇത് ലിമിറ്റ് ചെയ്യപ്പെട്ട് പോകരുത്, ഇതിൻ്റെ മുകളിലോട്ട് ഒരു വളർച്ച ഉണ്ടാവണം. അപ്പോൾ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ചൂഷണം ചെയ്യാൻ പോവാണ്, അല്ല അത് നമുക്ക് തന്നെയല്ലേ ഗുണം കിട്ടുക. അപ്പോൾ അതുപോലെയായിരുന്നു, അത്രയായിരുന്നു ജഗദീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ബാക്കിയൊക്കെ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളി പറയും, ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് പറയും, ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയും കൂടെ ചെയ്യാം, നിങ്ങളത് ആലോചിച്ച് നോക്കിയിട്ട് പറയുമോ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെയായിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ ആലോചിച്ചിട്ട്, അല്ലാതെ അടിച്ചേൽപ്പിക്കൽ പോലും അല്ലല്ലോ, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയും അല്ലല്ലോ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണത്. അതൊക്കെ നമ്മൾ നല്ല സാധനങ്ങൾ ആര് തന്നു കഴിഞ്ഞാലും നമ്മളത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോഴും കാണുമ്പോൾ ഈ പൊതുവെ ഇപ്പൊ സിനിമകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഓപ്പണിംഗ് സീൻ ഇങ്ങനെ ആയിരിക്കണം, ഒരു മിഡിൽ ഒരു ഹൈ പോയിന്റ് വേണം, ഇന്റർവെൽ പഞ്ച് വേണം, ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ ഇന്ന പേസിൽ അത് പോകണം, ക്ലൈമാക്സ് എൻഡ് ടൈലിൽ. അപ്പോൾ ശരിക്കും ഈ കിഷ്കിന്ദ ഈ അടുത്ത് കണ്ട സിനിമകൾ ഏറ്റവും ആ ഹൈ മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന സിനിമകളൊന്നായിരുന്നു. കാരണം ഇന്റർവൽ ബ്ലോക്ക് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു. ശരിക്കും ഈ ഇന്റർവൽ ബ്ലോക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സമയം ഉണ്ടായിരുന്നു? ഇല്ല. ഇത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ബ്ലോക്കുകളും സ്ട്രക്ചർ പോയിന്റുകളും ഇൻസൈറ്റിങ് ഇൻസിഡൻറ്റ് ഇതൊക്കെ പറഞ്ഞില്ല, ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ട്രക്ചർ, ഇതിൻ്റെ ഗ്രാമേഴ്സിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഇതൊന്നും നമ്മുടെ ഫീൽഡായിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എഴുതുക എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ബുക്കുകൾ, സ്റ്റഡി മെറ്റീരിയൽ, 3 ആക്ട് സ്ട്രക്ചർ, ഇന്ന സമയത്ത് ഇന്ന ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് വരണം, ഇതിന് ശേഷം സെക്കൻഡ് ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് വരണം, അല്ലെങ്കിൽ
മറ്റേ ഡാർക്കസ്റ്റ് അവർ ഓഫ് ദ ഹീറോ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇതുപോലും വായിച്ചിട്ടുള്ള അറിവല്ല കേട്ടോ. ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റേ ചില പേജുകളുടെ ഇങ്ങനെ കാണും മറ്റേ ഡയഗ്രാംസ് ഒക്കെ കാണും. അപ്പം അങ്ങനെ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഞാൻ പറയണത്. അപ്പം ഇതൊന്നും എന്താണെന്നുള്ളതെന്ന് എനിക്കറിയില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ മേ ബി അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഇതാക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനത്തെ ഒരു സാധനം അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കോൺഷ്യസ് ആവുമായിരിക്കാം, അപ്പം അത് ഈ അറിവില്ലായ്മ, മറ്റേ ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ് പറഞ്ഞ പോലെ. അല്ല, നമുക്ക് എന്താ വെച്ചാൽ പേടിക്കാതെ ചെയ്യാം. അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടിക്ക് ചെയ്യാം. ഇതുണ്ടോ ഈ പാരാമീറ്റർ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് ഇതുപോലെയാണോ വരുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ചിലപ്പോൾ അങ്ങനെ ഒരു കോൺഷ്യസ് അവയർനെസ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ എന്താണോ തോന്നുന്നു അത് അതുപോലെ ചെയ്യാന്നുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ ഒരാളുടെ അടുത്ത് പറഞ്ഞു പോയതാ, വായിന്ന് വന്നതാ. അതായത് ഇപ്പം ഇൻ്റർവെല്ലിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ, ഇൻ്റർവെൽ മൊമെൻ്റ് എന്ന് പറഞ്ഞത്. എൻ്റെ പല ജഡ്ജ്മെൻറ്റുകളും ഭയങ്കര സില്ലി ആയിട്ട് തോന്നും കേൾക്കുമ്പോൾ. മറ്റേ ഓട്ടോ സിനിമയിൽ കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. പുള്ളിക്ക് ഓട്ടോയിൽ നിന്ന് ഒരു കാശടങ്ങിയ ഒരു ബാഗ് വീണ് കിട്ടും. എന്നിട്ട് പുള്ളി അത് പടച്ചോൻ നമുക്ക് കൊണ്ടു തന്ന കാശാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഒരാൾക്ക് വീതിച്ചു കൊടുക്കണം. അപ്പോൾ ആർക്കോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു കെട്ടെടുത്ത് കയ്യിൽ ഇത് 2000 കാണും എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കണ്ടേ. ഇതുപോലെയായിരുന്നു എൻ്റെ ജഡ്ജ്മെൻറ്റ്. ടൈപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു 50-60 പേജസ് എത്തിയെന്ന് മനസ്സിലാകുമ്പോൾ 60 പേജായോ, അങ്ങനെയാണെങ്കിൽ ഇൻ്റർവെൽ ആവാറായല്ലോ, അടുത്തൊരു 10-15 മിനിറ്റിനുള്ളിൽ ഇൻ്റർവെൽ ആക്കണം എന്ന് തീരുമാനിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഒരു 120 എഴുതി പോകുമ്പോൾ എത്ര പേജായി നോക്കാൻ തോന്നുന്നു. അപ്പോൾ ഒരു 120 പേജസായി. 120 ആയല്ലേ, ശരി, ഒരു 10-40 പേജും കൂടെ ഒക്കെ തള്ളി നിൽക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അൺഓർത്തഡോക്സ് ആയിരുന്നു. അഗൈൻ ഈ അറിവില്ലായ്മയുടെ അയ്യോ, അത് പക്ഷെ ഞാനൊരു റൈറ്റർ പറയുന്നത് ഭയങ്കര ഇതാണ്. ഈ പറഞ്ഞപ്പോ ഈ ജിസേട്ടനോട് ഒക്കെ വർക്ക് ചെയ്യുമ്പോ പുള്ളി ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചെക്ക് ലിസ്റ്റ് ആണല്ലോ, എങ്ങനെ പോണം സീനുകള്, ആക്ടേഴ്സ് പെർഫോമൻസ്. അപ്പൊ ശരിക്കും ഈ സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോ എങ്ങനെയാ ഒരു സ്ക്രിപ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അന്ന്? അല്ലാണ്ട് സിനിമാറ്റോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സിനിമകളില് ആ സ്ക്രിപ്റ്റിനെ അപ്രോച്ച് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഇതില് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി? പിന്നെ അവിടെ നമ്മളങ്ങനെ നമ്മുടെ ഇൻഡിപെൻഡന്റ് കോളുകൾ അധികം എന്തായാലും ഡയറക്ടറിന്റെ വിഷൻ അനുസരിച്ചാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ അവർ കേൾക്കുന്ന ബ്രീഫിനനുസരിച്ചായിരിക്കും നമ്മുടെയും പ്ലാനുകളൊന്ന് ഡിസൈഡ് ആവുക. അപ്പോൾ ജിസേട്ടൻ്റെ കൂടെ പിന്നെ എസ്പെഷ്യലി നല്ല ഫ്രീഡം ഉണ്ട്. പക്ഷേ ജിസേട്ടന് കൃത്യമായിട്ട് ജിസേട്ടൻ്റെ എഡിറ്റിംഗ് ടേബിളിലേക്ക് ഒത്തിരി സാധ്യതകൾ അവൈലബിൾ ആയിരിക്കണം. എഡിറ്റിൽ പുള്ളി ഒത്തിരി ഓർഡറുകൾ മാറ്റും, ഷോട്ടുകൾ മാറ്റും, ഡയലോഗ്സ് മാറ്റും. എസ്പെഷ്യലി ഡബിങ്ങിൽ അനദർ കിങ് ആണല്ലോ. അപ്പോൾ ഡബിൽ കഥ മാറ്റാനൊക്കെ പുള്ളി ഭയങ്കര ബ്രില്യൻ്റ്. അപ്പോൾ അതിന് ഓപ്ഷൻ വേണമെങ്കിൽ ഒത്തിരി ഷോട്ടുകൾ വേണം, ഒത്തിരി ക്ലോസുകൾ വേണം. സേഫ് എഡിറ്റിങ്ങിൽ കഥ മാറ്റണമെങ്കിൽ ഡബ് മാറ്റേണ്ടി വരും. അപ്പോൾ ഡബ് മാറ്റണമെങ്കിൽ കറക്റ്റ് ഓൺ ഫേസ് വിഷ്വൽ ലിപ്പ് ഉള്ളത് ചിലപ്പോൾ അങ്ങനെ എല്ലാം മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒത്തിരി ആംഗിളുകളിലുള്ള ഓപ്ഷനുകൾ വേണം എഡിറ്റിങ്ങിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ജിസേട്ടൻ അങ്ങനെ ഒരുപാട് ഷൂട്ട് ചെയ്യുമ്പോൾ അതും കൂടെയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് പുള്ളി ചെയ്യുക. പോസ്റ്റ് പ്രൊഡക്ഷനിൽ പുള്ളിക്ക് അൾട്ടിമേറ്റ് ഫ്രീഡം വേണം എന്നുള്ള രീതിയിൽ പുള്ളി. കിഷ്കിന്ധയിൽ അങ്ങനത്തെ പരിപാടി ഉണ്ടോ? അങ്ങനത്തെ സേഫ് പരിപാടികൾ കളിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രിസൈസ് ആയിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ത്രില്ലർ ചെയ്യുമ്പോ അതിന്റെ ലൂപ്പ് ഹോളുകൾ അടയ്ക്കുക, അല്ലെങ്കിൽ പൊതുവേ ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് കൺസൾട്ട് ചെയ്യുമല്ലോ പൊതുവേ, നമ്മൾ വായിക്കാൻ കൊടുക്കുക, എടാ ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ ഇപ്പൊ ഫാസിൽ സാർ വായിച്ചു ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്ന് പിന്നീട് ഒരു കുറച്ചുകൂടെ മിനുക്കാമെന്നുള്ള ഒരു തോട്ട് വരുന്നത്? എല്ലാ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിക്കണം, പരിഹരിക്കണം അങ്ങനെ എന്നുള്ള രീതിയിലൊന്നും പർട്ടിക്കുലർ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പറ്റാവുന്നിടത്തോളം നമ്മുടെ നോട്ടീസ് ചെയ്യപ്പെടുന്ന നമ്മുടെ കണ്ണിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോവുക. എന്തായാലും 100% പെർഫെക്റ്റ് ഒന്നും നമുക്ക് ആക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ണി കാണുന്നതൊക്കെ ചെയ്യുക. അതിപ്പോൾ ഷൂട്ട് തുടങ്ങണവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഷൂട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടും ചിലപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ട് എന്നുള്ളത്. നമ്മളും പറയും എല്ലാ ഐഡീസിൻ്റെ അടുത്ത് എല്ലാവരും, ആരും ഒരു ഇതും ഫോർമാലിറ്റിയും വിചാരിക്കരുത്. എന്ത് മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾ പറയണം. പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ പറയണം. അത് നല്ലതാണെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ ചേഞ്ച് വരുത്താം എന്നുള്ളത്. അങ്ങനെ പലരും തന്ന കോൺട്രിബ്യൂഷൻസ് ഇതിനകത്തൊക്കെ ഉണ്ട്. ഷൂട്ട് നടക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞൊരു അപ്പോൾ തോന്നുന്ന പോരായ്മകളൊക്കെ പറ്റാവുന്നൊക്കെ രീതിയിലൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത ഏരിയാസ് ഉണ്ടാവും. പിന്നെ അതിനി ആരെങ്കിലും ഇനിയിപ്പോൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു തരുമ്പോൾ അത് നോക്കിയിട്ട് അത് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. എന്നിട്ട് ഇനി ഭാവിയിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതും കൂടെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. എന്നാലും നമ്മൾ പഠിച്ചൊരിക്കലും സാച്ചുറേഷനിലേക്ക് എത്തില്ല. നമ്മളിതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതീ പറഞ്ഞല്ലോ, നമ്മളൊരിക്കലും
പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കാതെ നമ്മൾ ആ മൊമെന്റിൽ നമുക്ക് പറ്റാവുന്നതിന്റെ നമ്മൾ മാക്സിമം ചെയ്യുക. അടുത്ത് എന്താന്നുള്ള പരിപാടികളൊക്കെ ചോദിച്ചു തുടങ്ങി. ഇനിയിപ്പോ ഫ്രം ദ റൈറ്റർ ഓഫ് കിഷ്കിന്താണ്ടം എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു നമ്മളെ പ്രഷർ ഇല്ലെങ്കിൽ കൂടെ ആളുകൾക്ക് ഒരു സാധനം ഉണ്ടല്ലോ, ഫ്രം ദ റൈറ്റർ എന്നുള്ള സാധനം അത് വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പേടിച്ചിട്ടൊന്നും ചെയ്യൂല. അങ്ങനെ വലിയ റെസ്പോൺസിബിലിറ്റി, ടെൻഷൻ എന്നുള്ള പെർഫോമൻസ് പ്രഷറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാനും പേടിക്കും. അതുകൊണ്ട് അത്തരം ചിന്തകളൊന്നും ഇല്ലാതെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പോലും അത് ആദ്യത്തെ വർക്കാണ് എന്നുള്ള രീതിയിൽ ചെയ്യണമെന്ന് അങ്ങനെ തന്നെ കരുതുന്നുള്ളൂ. പേടിക്കരുത്. നമ്മൾ ഈ പണി ചെയ്യുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാനും കൂടെ പറ്റണമല്ലോ. അല്ലേ, എഴുതാനെടുക്കുന്ന സമയം കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ ഒരു ആസ്വദിച്ച് ആ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ രീതിയിലുള്ള ആങ്സൈറ്റികളൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ആസ്വദിക്കാൻ പറ്റില്ല. വീട്ടില് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ സിനിമ കണ്ടിട്ട് പറഞ്ഞൊരു കമന്റ് എന്തായിരിക്കും? എല്ലാവരും പറയുന്ന കമന്റ്സ് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. കോമൺ ആയിട്ട് സർപ്രൈസ് ആയ കുറെ പേര് ബാഹുലി ഇത് നീയാ അങ്ങനത്തെ റിയാക്ഷൻ ഒക്കെ വന്നു. അങ്ങനെ പറഞ്ഞവരും ഉണ്ടായിരുന്നു. സിനിമ സർക്കിളിൽ നിന്ന് ഏറ്റവും കേട്ട ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് കമന്റ് എന്താ ശരിക്കും? നമുക്ക് ഇന്ന ആള് നമ്മളെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരുപാട് പേരുകളുണ്ടല്ലോ സിനിമയിലെ ബിഗ് നെയിംസ്. അവരൊക്കെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പം അത് പേര് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും മിസ്സായി പോകും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ അഗൈൻ ഈ പറഞ്ഞ പോലെ എനിക്ക് നമ്മൾ ടി വിയിലൊക്കെ കണ്ട് പഠിക്കുന്ന സമയത്ത് കണ്ട് ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സീനിയേഴ്സ് നമ്മൾ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിച്ചു. സത്യൻ സാറാണ് തുടങ്ങിയത് റിലീസായ സമയത്ത് തന്നെ കണ്ടിട്ട്. പിന്നെ അൻവർ റഷീദൊക്കെ വിളിച്ചിരുന്നു. DOP സൈഡ് സുജിത്തേട്ടൻ വിളിച്ചു, സുജിത് വാസുദേവ്, വിനോദ് ഇല്ലംപള്ളി, എഡിറ്റിംഗ് സൈജു ശ്രീധരൻ, സൈജു ചേട്ടൻ, പിന്നെ മഹേഷ് നാരായണൻ, മഹേഷ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കമന്റ്, എടാ ഇതെനിക്കൊരു ക്രിസ്റ്റഫർ നോളൻ പടം കണ്ടൊരു പ്രതീതി കിട്ടിയടാ. ഒരു മൊത്തത്തിലൊരു ഭയങ്കര സ്റ്റണ്ട് മൂവ്മെന്റ് ഉണ്ടാവില്ല. എന്താ പുള്ളിക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയെന്ന് അറിയില്ല. പക്ഷെ പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് മഹേഷേട്ടനെ പോലെ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണല്ലോ. കില്ലർ എഡിറ്ററാണ്, കില്ലർ ഡയറക്ടറാണ്, കില്ലർ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഓൾ ടുഗദർ പ്രൊഡ്യൂസറാണ്. എല്ലാം സിനിമയുടെ ഓൾ ടുഗദർ മേഖല ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ്റെ വായിന്ന് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളിൽ നിന്ന് നേരിട്ട് ഒരു കമന്റ് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സ്പെഷ്യലായിരുന്നു. പിന്നെ ഇന്നലെ റോഷൻ ആൻഡ്രൂസ് വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മള് സിനിമ ബി ഉണ്ണികൃഷ്ണൻ സാർ ഇനി വിട്ടുപോയിട്ടുണ്ടോ കേട്ടോ, സോറി. ശരിക്കും സിനിമയിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ, നമ്മൾ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടനെ വെച്ചിട്ടൊക്കെ സിനിമ പ്ലാൻ. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ അടുത്തൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഓൾവേസ് വെൽക്കം ചെയ്യുന്ന ആളാണ്. അപ്പം അത്തരം രീതിയിലൊക്കെ തോട്ടുകൾ ഉണ്ടോ മമ്മൂക്കയ്ക്ക് വേണ്ടെങ്കിലും സിനിമ ചെയ്യുക അങ്ങനെയൊക്കെ? ആഗ്രഹങ്ങളുണ്ട്, ഉറപ്പായിട്ട്. ആരാണ് ആഗ്രഹിക്കാത്ത? എല്ലാവർക്കും ഉള്ള ആഗ്രഹമല്ലേ ഇവരെല്ലാവരെയും വെച്ചിട്ട് ഇവരെയൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യണം എന്നുള്ളത് ആഗ്രഹം ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ തോട്ടുകൾ ആലോചിച്ച് വെക്കുന്ന ഒരു പരിപാടി എനിക്ക് വർക്കൗട്ട് ആവാറില്ല. തോട്ടായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സമ്മർദ്ദമാണ്. അത്രയും തലച്ചോറ് വർക്ക് ചെയ്യണമല്ലോ. എൻ്റെ തലച്ചോറിന് അത്രയും എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ തന്നെ അതപ്പോൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുക, ടൈപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് പാതിക്ക് നിർത്താം. ആരറിയാനാ? നമ്മൾ ആരുടെ അടുത്ത് മുൻകൂട്ടി കമ്മിറ്റ്മെന്റ് ഒന്നും എടുത്തു വെക്കുന്നില്ല. അപ്പോൾ അതൊരു ഫ്രീഡം ആണ്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സമാനായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും പറ്റുന്നത്. ആരും അറിയുന്നില്ല, അതുകൊണ്ട് ആരെയും ബോധിപ്പിക്കണ്ട. ഇപ്പോൾ പറഞ്ഞ പോലെ കിഷ്കിന്താണ്ടം തിയേറ്ററിൽ വലിയ വിജയമായി തുടരുകയാണ്. പറഞ്ഞ ബോക്സ് ഓഫീസിലും ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗത്തുനിന്നൊരു റൈറ്റർ ഭയങ്കര അധികം ആളുകളിലേക്ക് എത്തുന്നുണ്ട്, വർക്കുകൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു തുടക്കം മാത്രമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.